വർഷം 2006. ഒരു പുതിയ ടി വി ഷോ ഇന്ത്യയിൽ പ്രീമിയർ ആകുന്നു. അന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാകില്ല ഈ ഷോ 2 പതിറ്റാണ്ടോളം നിലനിൽക്കുമെന്ന്. അതേ കാലഘട്ടത്തിൽ ആരംഭിച്ച എണ്ണമറ്റ റിയാലിറ്റി ഷോസ് ഒന്നൊന്നായി അപ്രത്യക്ഷമായി. ബിഗ് ബോസ് മാത്രം നിലനിന്നു വളർന്നു ഒരു കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷനായി. ഇന്ന് നമ്മൾ ചോദിക്കുന്നു, എങ്ങനെ ഇത് എല്ലാവരെയും തോൽപ്പിച്ചു എന്ന്. ബിഗ് ബോസ് ഒരു ഒറിജിനൽ ഇന്ത്യൻ ഐഡിയ ആയിരുന്നില്ല. ഇത് അടിസ്ഥാനപ്പെടുത്തിയത് ബിഗ് ബ്രദർ എന്ന ഡച്ച് റിയാലിറ്റി ഷോ ഫോമാറ്റിലാണ്. എൻഡമോൾ പ്രൊഡക്ഷൻ കമ്പനി ഡെവലപ്പ് ചെയ്ത ഒരു ഗ്ലോബൽ ഫോമാറ്റ്. ഇന്ത്യയിൽ ഇത് ആദ്യമായി എയർ ആയത് നവംബർ 2006-ൽ. അർഷദ് വാർസി ഹോസ്റ്റ് ചെയ്തു. അക്കാലത്ത് ഫേസ്ബുക്ക്, ട്വിറ്റർ ഇന്ത്യയിൽ വന്നിട്ട് പോലുമില്ല. 4 വർഷം അകലെ ആയിരുന്നു വാട്സപ്പ്, 6 വർഷം അകലെയായിരുന്നു ഇൻസ്റ്റഗ്രാം. അന്ന് ജനങ്ങൾക്കിത് കംപ്ലീറ്റ്ലി പുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപരിചിതരായ ആളുകൾ ഒരുമിച്ച് ഒരു ഹൗസിൽ ഇരിക്കുന്നത് കാണുക, അവർക്കിടയിൽ ടെൻഷൻ വളരുന്നത് റിയൽ ടൈമിൽ ഒബ്സർവ് ചെയ്യുക. അർഷദ് വർസി അന്ന് പറഞ്ഞ വാക്ക് ഓർക്കണം, ഇത് റിയാലിറ്റി ഷോയിൻ്റെയൊക്കെ അപ്പനാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് ഏതാണ്ട് പ്രൊപ്പറ്റിക് ആയി തോന്നുന്നു. ഈ പ്രസ്താവനയെ സാധൂകരിക്കവണ്ണം ബിഗ് ബോസ് അക്കാലത്തെ ടി വി ഷോകളിൽ ഇല്ലാത്ത തരത്തിലുള്ള 3 ഫോർമാറ്റുകൾ കൊണ്ടുവന്നു. 1. 24/7 സർവേലൻസ്. ക്യാമറ എപ്പോഴും ഓണാണ്, കണ്ടസ്റ്റൻസിന് പ്രൈവസി ഇല്ല. ഇതൊരു റോ അൺഫിൽറ്റേർഡ് ഫീലിംഗ് നൽകി. 2. ഓഡിയൻസ് പവർ. എവിക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് വ്യൂവേഴ്സിൻ്റെ വോട്ടാണ്. ഇതൊരു ഓഡിയൻസിനെ ഒരു പാസീവ് വ്യൂവറിൽ നിന്ന് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് ആക്കി മാറ്റി. 3. മാനുഫാക്ചർഡ് കോൺഫ്ലിക്റ്റ്. ഡിവിസീവ് ടാസ്ക്, സ്ട്രാറ്റജിക് നോമിനേഷൻസ്, ഇതെല്ലാം ഹൗസിനുള്ളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ ഡിസൈൻ ചെയ്തവയായിരുന്നു. ഈ 3 എലമെൻറ്റ്സ് ഒരുമിച്ച് ചേർന്നപ്പോൾ ഒരു അഡിക്റ്റീവ് വ്യൂവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായി. ഇത് ഓഡിയൻസിനെ ആഴ്ചകളോളം മാസങ്ങളോളം പിടിച്ചു നിർത്തി. ഈ ഫോർമാറ്റ് പ്രക്രിയ ബിഗ് ബോസിൻ്റെ TRPയിൽ വരുത്തിയ സ്വാധീനമെന്ന് നോക്കിയാൽ, ഇതുവരെ ബിഗ് ബോസിൽ 18 സീസൺസ് ഹിന്ദിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. 3 OTT സീസൺസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും റെക്കോർഡ് ബ്രേക്കിംഗ് സീസൺ ഏതാണെന്ന് പലരും വിചാരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 7 എന്നാണ്. പക്ഷേ ഡാറ്റ പ്രകാരം ബിഗ് ബോസ് 13 ആണ്. ഇതിലുള്ള ഏറ്റവും ഉയർന്ന TRP നേടിയ സീസൺ അതാണ്. ഇത് 2.8 TRPയിൽ ഓപ്പണായി. ഫിനാലെ 4.9 വരെ പീക്കായി. ആഴ്ചകളോളം 2.1 മുതൽ 2.5 വരെ ആവറേജ് TRP നിലനിർത്തി. ഈ സീസണിൻ്റെ സക്സസ് റേറ്റ് TRP ഇത്രയും ഉയർന്നതുകൊണ്ട് ഷോ 4 ആഴ്ച എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. ഇത് കാണിക്കുന്നത് ഒരു ഡെക്കേഡിലധികം കഴിഞ്ഞിട്ടും ബിഗ് ബോസിൻ്റെ പുള്ളി എത്രത്തോളം ശക്തമാണ് എന്നാണ്. റീജിയണൽ എഡിഷൻസിലും ഈ പാറ്റേൺ റിപ്പീറ്റ് ആകുന്നുണ്ട്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ഓരോ ലാംഗ്വേജിലും ബിഗ് ബോസ് അതാത് റീജിയണൽ ടെലിവിഷനിലെ ടോപ്പ് റേറ്റഡ് ഷോയിൽ ഒന്നാണ്. കേരള മലയാളം റീജിയണൽ വന്നാൽ ബിഗ് ബോസ് മലയാളത്തിൻ്റെ കഥ അല്പം വ്യത്യാസമാണ്. ഇത് ലോഞ്ചായത് ഏഷ്യാനെറ്റിൻ്റെ 25ാം ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഭാഗമായാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് ഉണ്ടായിരുന്നു. തുടക്കം മുതൽ ഇതുവരെ മോഹൻലാലാണ് ഈ ഷോയിൻ്റെ ഹോസ്റ്റ്. ഇതൊരു അസാധാരണമായ കാര്യമാണ്. നാഷണൽ ലെവലിൽ സൽമാൻ ഖാൻ്റെ കണ്ടിന്യൂറ്റിക്ക് സമാനമായ ഒരു ബ്രാൻഡ് ലോയാലിറ്റി മോഹൻലാൽ മലയാളം എഡിഷന് നൽകിയിട്ടുണ്ട്. സീസൺ 5 മുതൽ ഒരു പ്രധാന ഫോർമാറ്റ് ചേഞ്ച് വന്നു. പൊതുജനത്തിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന കോമണേഴ്സ് കണ്ടസ്റ്റൻസായി ഫീച്ചർ ചെയ്യാൻ തുടങ്ങി. ഇത് ഷോയിനെ കൂടുതൽ റിലേറ്റബിൾ ആക്കി. ഓരോ സീസണിലും ഹൗസ് ഒരു പുതിയ ലൊക്കേഷനിൽ ബിൽഡ് ചെയ്യപ്പെട്ടു. ലൊനാവാലയിൽ നിന്ന് ചെന്നൈയിലേക്ക്, മുംബൈയിലേക്ക്, ഒടുവിൽ സീസൺ 7 ഒരു പെർമനൻറ്റ് ചെന്നൈ ഹൗസ് സ്ഥാപിക്കപ്പെട്ടു. ഇത് കാണിക്കുന്നത് മേക്കേഴ്സ് ഈ മലയാളം എഡിഷൻ്റെ ലോങ് ടേം ഫ്യൂച്ചറിൽ ശക്തമായ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇത് കാണുന്നത്? ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം നൽകേണ്ട സമയമായിരിക്കും. റിസർച്ച് ഈ ചോദ്യത്തിന് ഒരു അക്കാദമിക് ഉത്തരം നൽകിയിട്ടുണ്ട്. ബിഗ് ബോസിനെ ഒരു സോഷ്യൽ മിററായി വിശേഷിപ്പിക്കാം. ടെലിവിഷൻ സ്റ്റഡീസിലെ ഒരു പ്രബന്ധം പറയുന്നത് ഷോയിൽ കാണുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഫ്രാഗ്മെൻറ്റ്സ് ആണ് എന്നാണ്. ജെൻഡേർഡ് ബിഹേവിയേഴ്സ്, റീജിയണൽ പ്രെജുഡീസ്, മോറൽ കോൺഫ്ലിക്റ്റ്, ഇതെല്ലാം മാഗ്നിഫൈ ചെയ്യപ്പെട്ട് നമുക്ക് തിരിച്ചു കാണിക്കുന്നു. മറ്റൊരു അക്കാദമിക് പെർസ്പെക്റ്റീവ്, ഇത് ഗെയിം തിയറിയുടെ ഒരു ലൈവ് എക്സ്പെരിമെൻ്റ് ആണ് എന്നാണ്. അലയൻസസ്, ബിട്രയൽ, സ്ട്രാറ്റജിക് വോട്ടിംഗ്, ഇതെല്ലാം സോഷ്യൽ എക്സ്ചേഞ്ച് തിയറിയും പ്രിസണേഴ്സ് ഡിലേമയും റിയൽ ലൈഫ് പ്ലേ ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നു. ഇതോടൊപ്പം ഒരു നിയോ ലൈബറൽ നെറേറ്റീവും ഉണ്ട്. കോമ്പറ്റീഷൻ, റെസിലിയൻസ്, ബി യുവർ സെൽഫ് വൈൽ മാർക്കറ്റിംഗ് യുവർ സെൽഫ്, ഇതൊരു ആധുനിക ജീവിതത്തിലെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആണ്. ചുരുക്കത്തിൽ നമ്മൾ ബിഗ് ബോസ് കാണുന്നത് വെറും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമല്ല, അത് ഒരു തരത്തിൽ നമ്മളെ തന്നെ നമ്മൾ കാണുന്ന ഒരു വഴിയാണ് എന്നാണ്.
ഇതോടൊപ്പം ഒരു ഹോണസ്റ്റ് അനാലിസിസ് ബാലൻസ് വേണം. ബിഗ് ബോസിനെതിരെയുള്ള ഗൗരവമായ വിമർശനങ്ങളും നമ്മൾ പരിഗണിക്കണം. ഒരു അക്കാദമിക് പഠനം ഈ ഷോയെ വിശേഷിപ്പിച്ചത് ഇതിൻ്റെ ഫോർമാറ്റ് സർവൈലൻസ്, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റിൽ അധിഷ്ഠിതമായ ഒരു ടോക്സിക് വ്യൂയിങ് എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കുന്നു എന്നാണ്. അഡിക്റ്റീവ് വ്യൂയിങ് ഹാബിറ്റ്സ്, നെഗറ്റീവ് ബിഹേവിയറൽ പാറ്റേൺസ് ഇതൊക്കെ ഓഡിയൻസിൽ ഉണ്ടാക്കാമെന്ന് ഈ റിസർച്ച് വാദിക്കുന്നു. മറ്റൊരു വിമർശനം ഒതൻറ്റിസിറ്റിയെക്കുറിച്ചാണ്. റൊമാൻസ് ആംഗിൾസ്, റൈവലറീസ്, ഇമോഷണൽ സ്റ്റോറീസ് ഇതെല്ലാം പലപ്പോഴും ബാക്ക് സ്റ്റേജിൽ പ്ലാൻഡ് ആണ് എന്ന് ആരോപണങ്ങളുണ്ട്. TRPക്ക് വേണ്ടി സ്റ്റോറി സ്ക്രിപ്റ്റഡ് ആകുന്നു എന്ന വിമർശനവും നിലവിലുണ്ട്. ഇതൊരു പ്രധാന ചോദ്യം ഉയർത്തുന്നു. ഇത് യഥാർത്ഥത്തിൽ റിയാലിറ്റിയാണോ അതോ ഒരു പെർഫോംഡ് റിയാലിറ്റിയാണോ? ഈ ചോദ്യത്തിന് ഒരു സിമ്പിൾ ഉത്തരമില്ല. പക്ഷേ ഇതൊരു ഹോണസ്റ്റ് കോൺവെർസേഷൻ്റെ ഭാഗമാകേണ്ടതുണ്ട്. ഈ ഷോയുടെ സക്സസ് സ്റ്റോറിയെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഈ അനാലിസിസിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഒപ്പം നമ്മൾ മുൻ പരാമർശിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവും നൽകേണ്ടതുണ്ട്. ബിഗ് ബോസ് എങ്ങനെ എല്ലാവരെയും തോൽപ്പിച്ചു? ഇതിനൊരു ഒറ്റ ഉത്തരം ഇല്ല. പല ഫാക്ടേഴ്സും ഒരുമിച്ച് പ്രവർത്തിച്ചു. ഒരു ഇന്നോവേറ്റീവ് ഫോർമാറ്റ്, സർവൈലൻസ്, ഓഡിയൻസ് പവർ, മാനുഫാക്ചർ കോൺഫ്ലിക്റ്റ് ഒരുമിച്ച് ചേർന്നാണ്. ഒരു സൈക്കോളജിക്കൽ പുള്ള് നമ്മുടെ സ്വന്തം സമൂഹത്തെ തിരിച്ചു കാണിക്കുന്ന ഒരു മിറർ. ഒപ്പം മലയാളം എഡിഷനിൽ പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെ ഒരു ട്രസ്റ്റഡ് ഫേസിൻ്റെ ദീർഘകാല സാന്നിധ്യം. പക്ഷേ ഇതോടൊപ്പം ഈ സക്സസിനൊരു വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒതൻറ്റിസിറ്റിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, സൈക്കോളജിക്കൽ ഇമ്പാക്റ്റിനെക്കുറിച്ചുള്ള കൺസേൺസ്. ബിഗ് ബോസ് ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ മാത്രമല്ല, ഇന്ത്യൻ ടെലിവിഷൻ ഹിസ്റ്ററിയിലെ ഒരു കൾച്ചറൽ കേസ് സ്റ്റഡിയാണ്. സക്സസും കോൺട്രവേഴ്സിയും ഒരുമിച്ച് ചേർന്ന ഒരു ഫെനോമിനൻ. ഇതുപോലത്തെ അനാലിസിസ് വീഡിയോകളിൽ നിങ്ങളിലെത്താൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ അനാലിസിസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നന്ദി.